എന്തായാലും നിങ്ങൾ മുന്നണിയുടെ അപ്രഖ്യാപിത നായക സ്ഥാനം എന്തായാലും രാഹുൽ ഗാന്ധിക്ക് തന്നെയാണ്. അപ്പോൾ ഇവിടുന്ന് ജയിച്ചു പോകുന്ന LDF സ്ഥാനാർത്ഥിയാണെങ്കിലും അവിടെ നരേന്ദ്രമോദി രാഹുൽ എന്നൊരു ഓപ്ഷൻ വന്നാൽ ആനിരാജ്യം കൈവക്കേണ്ടത് രാഹുൽ ഗാന്ധിക്ക് വേണ്ടിയാണ്. അപ്പോൾ രാഹുൽ ജയിച്ചാൽ പോരെ? ഇന്ത്യ എന്ന രാഷ്ട്രീയ സംവിധാനത്തിന്റെ ചർച്ച ഇന്ത്യയിൽ ഉയർന്നു വരാനിടയായ സാഹചര്യം എന്ന് പറയുന്നത് തന്നെ BJPയുടെ മോദി ഗവൺമെൻറ്റിൻ്റെ ജനാധിപത്യ വിരുദ്ധ നടപടികളും അഴിമതിയും അതുപോലെ തന്നെ ജനങ്ങളെ ഭിന്നിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന തെറ്റായ കാര്യങ്ങൾക്കെതിരായിട്ടുള്ള യോജിച്ച പോരാട്ടങ്ങളാണ്. ആ യോജിച്ച പോരാട്ടങ്ങളുടെ ഭാഗമായി ഇന്ത്യ എന്ന രാഷ്ട്രീയ സംവിധാനത്തിൽ BJPയെ പരാജയപ്പെടുത്തുക എന്നതായിരുന്നു അതിൻ്റെ കേന്ദ്ര മുദ്രാവാക്യം. ആ സന്ദേശത്തിന് നേരെ വിപരീതമായ നിലപാടാണ് നിർഭാഗ്യവശാൽ രാഹുൽ ഗാന്ധി സ്വീകരിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന് ഇഷ്ടമെടുത്ത് മത്സരിക്കാം, അതൊക്കെ അവരുടെ പാർട്ടിയാണ് തീരുമാനിക്കുന്നത്. പക്ഷേ അദ്ദേഹം വിതരണം ചെയ്യുന്ന ഒരു സ്ലിപ്പിൽ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി ഞാൻ മത്സരിക്കുന്നു എന്ന് പറയുന്നത് തന്നെ ശുദ്ധ കളവും. അങ്ങനെ ഒരു തീരുമാനം ഇന്ത്യ മുന്നണി എടുക്കുകയും ചെയ്തിട്ടില്ല. കേരളത്തിൽ ഇന്ത്യ മുന്നണിയുടെ ജില്ലാ കമ്മിറ്റി പറയുന്നത് രാഹുൽ ഗാന്ധി പരാജയ ഭീതി കൊണ്ട് അങ്ങനെ എഴുതിയെന്നാണ്. അങ്ങനെ പരാജയ ഭീതി രാഹുൽ ഗാന്ധിക്ക് ഉണ്ടോ? ഇപ്പൊ LDF ജില്ലാ കമ്മിറ്റി പറയുന്നത് അത്തരത്തിൽ ലഘുലേഖയിൽ എഴുതിയത് രാഹുൽ ഗാന്ധിയുടെ പരാജയ ഭീതി ഉണ്ടെന്നാണ്. ഏറ്റവും കൂടുതൽ ഞാൻ ആരെ പ്രതിനിധീകരിക്കുന്നു എന്ന് പറയാനുള്ള ബാധ്യത ഓരോ സ്ഥാനാർത്ഥികൾക്കുണ്ട്. അദ്ദേഹം നേരിട്ട് വിതരണം ചെയ്യുന്ന ഒരു കത്തിൽ പറയുന്നത് ഇന്ത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ട് ഞാൻ മത്സരിക്കുന്നു എന്നുള്ളതാണ്. അത് തെറ്റായ ഒരു പ്രചാരവേലയാണ്. UDFന്റെ സ്ഥാനാർത്ഥിയാണെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അദ്ദേഹം സിറ്റിംഗ് MP ആണ്, അക്കാര്യത്തൊന്നും ആർക്കും തർക്കമില്ലല്ലോ. പക്ഷേ അദ്ദേഹം ഉയർത്തിപ്പിടിക്കുന്ന അല്ലെങ്കിൽ കോൺഗ്രസും ഇന്ത്യയിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും എല്ലാവരും കൂടെ യോജിച്ച് BJPയെ പരാജയപ്പെടുത്തേണ്ടുന്ന രാഷ്ട്രീയ ആവശ്യത്തെ സംബന്ധിച്ചുള്ള ഒരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അതിലെ കേന്ദ്ര മുദ്രാവാക്യം BJP വിരുദ്ധ വോട്ടുകൾ സമാഹരിക്കണം, അല്ലെങ്കിൽ BJPയെ പരാജയപ്പെടുത്തണമെന്നാണ്. ഇന്ത്യയിൽ നിന്ന് കേരളത്തിൽ നിന്ന് BJPക്ക് ഒരു MPയെ ജയിപ്പിക്കാൻ കഴിയില്ല എന്ന് കേരള രാഷ്ട്രീയം പരിശോധിക്കുന്ന ആർക്കും മനസ്സിലാവും. അങ്ങനെ ഒരു സ്ഥലത്ത് വന്ന് BJP വിരുദ്ധ പോരാട്ടങ്ങൾക്ക് അതിശക്തമായ നേതൃത്വം നൽകുന്ന കേരളത്തിലെ ഗവൺമെൻറ്, കേരളത്തിലെ ജനത, മതനിരപേക്ഷ നിലപാടെടുത്തുപിടിക്കുന്ന ഒരു ജനത, അവർക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന രീതിയിൽ ഇവിടെ വന്ന് മത്സരിക്കാൻ ഉണ്ടായ സാഹചര്യം നിർഭാഗ്യകരമാണ്. പക്ഷെ മത്സരിക്കാൻ അവകാശമുണ്ട്, അതിനെ ഞങ്ങൾ ചോദ്യം ചെയ്യുന്നില്ല. ആ കാര്യത്തിൽ ഞങ്ങൾക്കൊരു അദ്ദേഹം വരുന്നു എന്നുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസം ഉണ്ടാകേണ്ട കാര്യമൊന്നുമില്ല. അതൊക്കെ അവരവരുടെ പാർട്ടി തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. അവരെ സ്വയം ഒഴിവാകേണ്ടതായിരുന്നു. ദേശീയ നേതാവ് നിലക്ക് അദ്ദേഹം സ്വയം ഒഴിവായി മറ്റൊരു സ്ഥലത്തായിരുന്നു മത്സരിക്കേണ്ടിയിരുന്നത്. അതിനി പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇപ്പോൾ മത്സരമായി. ആ മത്സരത്തിൽ ജനാധിപത്യ മുന്നണി എന്ന നിലക്ക് അതിശക്തമായിട്ടുള്ള പോരാട്ടങ്ങൾ. വയനാട്ടിലെ മത്സരം LDFും UDFും തമ്മിലാണ്. LDF കഴിഞ്ഞ 5 വർഷക്കാലത്തെ MPയുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് നല്ലപോലെ വിലയിരുത്തും. തീർച്ചയായിട്ടും അദ്ദേഹം വലിയ പരാജയമായിരുന്നു. അതെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുകയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ ഒരു അന്തരീക്ഷം ഇപ്പോൾ തന്നെ ഉയർന്നു വന്നിരിക്കുകയാണ്. നേരത്തെ പറഞ്ഞ ഇന്ത്യ മുന്നണിയുടെ രാഷ്ട്രീയം എന്താണ്? BJPക്കെതിരെ നെഞ്ചു വിരിച്ച് എവിടെയാണ് രാഹുൽ മത്സരിക്കുന്ന ചോദ്യം. അതോടൊപ്പം തന്നെ ഏറ്റവും ഒടുവിൽ CK ശശീന്ദ്രൻ പറയുന്ന രാഹുൽ ഗാന്ധി ഒരു MP എന്നുള്ളതിൽ പെർഫോമൻസ്, അതിപ്പോൾ അവിടെ പങ്കെടുത്ത ചർച്ചകളാവട്ടെ, പങ്കെടുത്ത ചോദ്യങ്ങളാവട്ടെ, അറ്റൻഡൻസ് ആവട്ടെ, മോശം, മഹാമോശം എന്നാണ് CPM പറയുന്നത്. മറുപടി: വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കാൻ ആദ്യമായിട്ടല്ല വരുന്നത്. അദ്ദേഹത്തിന്റെ സിറ്റിംഗ് മണ്ഡലമാണ് വയനാട് എന്ന് പറയുന്നത്. കഴിഞ്ഞ തവണയും അദ്ദേഹം 2 സ്ഥലത്താണ് മത്സരിച്ച്, ഒരു സ്ഥലത്ത് വിജയിക്കുകയും ഒരു സ്ഥലത്ത് പരാജയപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ സിറ്റിംഗ് മണ്ഡലത്തിൽ അദ്ദേഹം വീണ്ടും മത്സരിക്കാൻ വരുന്നതിൽ വലിയ അത്ഭുതം LDFന്റെ ഭാഗത്ത് ഉണ്ടാവേണ്ട കാര്യമില്ല. അല്ല, പക്ഷേ അത് കഴിഞ്ഞാണ് ഇന്ത്യ മുന്നണി എന്നുള്ള രൂപം വരുന്നത്. ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന രൂപം ഉണ്ടാകും. ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന സംവിധാനം BJPക്ക് എതിരാണ്. BJPക്ക് എതിരായ ഒരു ഇന്ത്യ മുന്നണി ഉണ്ടാകുന്നത് കൊണ്ട് കേരളത്തിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന മുന്നണിക്കൊന്നും സംഭവിക്കുന്നില്ല. BJP എതിർക്കുന്നത് ഒരു പാർലമെന്റ് സീറ്റിൽ അദ്ദേഹം മത്സരിക്കുന്നുണ്ട്. അപ്പോൾ രാഹുൽ ഗാന്ധി മോദി വാരണാസിയിൽ മത്സരിക്കുന്നതോടുകൂടി വർഗീയതയ്ക്കെതിരെയുള്ള, ഫാസിസത്തിനെതിരെയുള്ള പോരാട്ടം ഉച്ചസ്ഥായിയിൽ എത്തിയെന്നൊന്നും പറയാൻ പറ്റില്ല. അത് നിലപാടുകളും പ്രവർത്തനങ്ങളും ഏകോപനങ്ങളും ഒക്കെ ഉണ്ട്. RSSനെതിരെയും BJPയുടെ വർഗീയതയ്ക്കെതിരെയും അത് ഇന്ത്യയിൽ മുഴുവൻ നടക്കുന്നുണ്ട്. അതിന് ഏറ്റവും വലിയ തെളിവാണ് ഭാരത് ജോഡോ യാത്ര എന്ന് പറയുന്ന ഒരു വലിയ യാത്ര രാഹുൽ ഗാന്ധി നടത്തി. അതിൽ CPMന്റെ പങ്കാളിത്തം തരുന്നു. കേരളത്തിൽ CPM അതിനെതിരായിരുന്നു. ആ ഭാരത് ജോഡോ യാത്ര ഏറ്റവും കൂടുതൽ ക്രിട്ടിസൈസ് ചെയ്യുകയും അപമാനിക്കുകയും അവഹേളിക്കുകയും ചെയ്തത് കേരളത്തിലെ ഇടതുപക്ഷമാണ്. ഇതിനപ്പുറം ആളുണ്ടാവില്ല. ഇന്ത്യ മുന്നണി എന്ന സംവിധാനം ഉണ്ടെന്ന് പറഞ്ഞാലും കേരളത്തിൽ മത്സരിക്കുന്ന നിങ്ങൾ LDF UDF ആണ്. അപ്പൊ രാഹുൽ ഗാന്ധി വരുന്നു എന്നുള്ളത് കൊണ്ട് CPMനും LDFനും ഉണ്ടായിരിക്കാൻ കഴിയില്ല. ഫൈറ്റ് കൊടുക്കൽ തന്നെയാണ് കേരളത്തിലെ ലക്ഷ്യമല്ലേ? CPMന് രാഹുൽ ഗാന്ധി എതിർക്കുന്നതിൽ ഒരു അഭിപ്രായം നമ്മൾ പറഞ്ഞില്ല. അദ്ദേഹത്തെ എതിർക്കാം, അവർക്ക് എതിർക്കാം, രാഷ്ട്രീയപരമായി എതിർക്കാം, അദ്ദേഹത്തെ ചോദ്യം ചെയ്യുക, അതൊന്നും ആരും നിഷിദ്ധമാണെന്ന് പറഞ്ഞില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ സിറ്റിംഗ് മണ്ഡലത്തിൽ അദ്ദേഹം മത്സരിക്കരുതായിരുന്നു എന്നുള്ളത് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ടാണെങ്കിലും CPM പറയുന്നത് പേടി കൊണ്ടാണ്. അദ്ദേഹം ജയിക്കും. പിന്നെ ആഷ്മി ചോദിച്ചതുപോലെ ഇവിടെ മത്സരിക്കുന്നതുകൊണ്ട് എന്തുകൊണ്ട് BJPയെ തോൽപ്പിക്കുന്നില്ല? രാഹുൽ ഗാന്ധി വയനാട്ടിലാണ് മത്സരിക്കുന്നത് എങ്കിലും അദ്ദേഹം നേതൃത്വം നൽകുന്ന ഇന്ത്യ മുന്നണിയും കോൺഗ്രസ് പാർട്ടിയും
കേരളത്തിലെ ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം സീറ്റിലും തോൽപ്പിക്കാൻ ശ്രമിക്കുന്നത് BJP യെ തന്നെയാണ്. അതിലൊരു തർക്കമില്ല. അല്ല, രാഹുലിന്റെ പോരാട്ടം CPM-നോടല്ല, അല്ല, രാഹുലിന്റെ പോരാട്ടം BJP-യോടാണ്. അല്ലേ? രാഹുൽ CPM-നെതിരെ അങ്ങനെ രൂക്ഷമായി പറഞ്ഞ് കേൾക്കുന്നില്ല. BJP-ക്കെതിരെ തന്നെയാണ് പോരാട്ടം. മത്സരിക്കേണ്ടത് എവിടെയാണ്? പറ്റുമെങ്കിൽ വാരണാസിയിൽ മത്സരിക്കണം. അല്ലേ? ഒരു സീറ്റിലാണ് രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന കാര്യം പറഞ്ഞിട്ടുള്ളൂ. മറ്റുള്ള സീറ്റുകളിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല. അമേഠിയിലോ റായ്ബറേലിയിലോ എവിടെയെങ്കിലും രാഹുൽ ഗാന്ധി BJP-ക്കെതിരെ മത്സരിക്കും എന്നുള്ളത് എനിക്കറിയില്ല. ചിലപ്പോൾ മത്സരിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പൊ BJP-ക്കെതിരെ മത്സരിക്കുന്നു എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഈ പാർട്ടിയുടെ തീരുമാനമാണ്. അതിനോടൊപ്പം വയനാട്ടിൽ മത്സരിക്കുന്നത് കൊണ്ട് എന്താണ് സംഭവിക്കാൻ പോകുന്നത്? അദ്ദേഹത്തിന്റെ സിറ്റിംഗ് മണ്ഡലത്തിലാണ് മത്സരിക്കുന്നത്, പുതിയതായി വരുന്നത്. ഇവര് പറയുന്നു ഇന്ത്യ മുന്നണിയുടെ ഭാഗമായതുകൊണ്ട് രാഹുൽ വയനാട്ടിൽ മത്സരിക്കരുത്, KC വേണുഗോപാൽ ആലപ്പുഴയിൽ മത്സരിക്കരുത് എന്നൊക്കെ ഇടതുപക്ഷം പറയുന്നതനുസരിച്ച് സ്ഥാനാർത്ഥിയെ നിർത്താൻ കോൺഗ്രസിന് പറ്റില്ലല്ലോ. അല്ല, അവിടെ പറയുന്നത് ഇന്ത്യ മുന്നണി എന്നുള്ള ആ സംവിധാനത്തിൽ നിങ്ങൾക്കുള്ള ആത്മാർത്ഥത കൂടി ചോദ്യം ചെയ്യുകയാണ്. അതിപ്പോ നമ്മുടെ AAP-യുമായി ബന്ധപ്പെട്ട് നമ്മൾ എത്ര സ്ഥലങ്ങളിലാണ് അലയൻസ് ഉള്ളത്? ചില സ്ഥലങ്ങൾ അലയൻസ് ഉണ്ട്, ചില CPM-ന്റെ നിലപാട് എന്താ? ഇന്ത്യ മുന്നണി CPI-യുടെ നിലപാട് മാറ്റി വയ്ക്കും. CPM-ന്റെ നിലപാട് എന്താ? ഒന്നും പങ്കെടുക്കുന്നില്ല. പിന്നെ അവരാണ് പറയുന്നത് ഇന്ത്യ മുന്നണിയെ കൊണ്ട് വ്യാകുലപ്പെടുന്ന CPM. ഇതുവരെ കമ്മിറ്റിക്കകത്ത് ഒരു കോർഡിനേറ്റർ പോലും പറഞ്ഞയക്കാൻ CPM തയ്യാറായിട്ടില്ല. രാഷ്ട്രീയ നിലപാടുകളാണ് ഞങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട് എന്തുകൊണ്ടാണെന്ന്. സീതാറാം യെച്ചൂരി അതിൽ പങ്കെടുക്കാറുണ്ട്. സീതാറാം യെച്ചൂരിയെ പോലെ CPM-ന്റെ ജനറൽ സെക്രട്ടറി തന്നെ അതിന്റെ രാഷ്ട്രീയ യോഗങ്ങളിൽ പങ്കെടുക്കാറുണ്ട്. പിന്നെ അതിന്റെ ഉള്ളിൽ ഒരു സബ് കമ്മിറ്റി വേണ്ട. ശരി. പ്രശാന്ത് മലവേൽ, ഇപ്പോ CK ശശീന്ദ്രനും സംഷാദ് മരക്കാരും പറയുന്ന നമുക്ക് കേൾക്കാം. ഇവിടെ കഷ്ടിച്ച് ഒറ്റ ലക്ഷം വോട്ട് പോലും ഇല്ലാത്ത നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവിനെ BJP സംസ്ഥാന അധ്യക്ഷനെ ഇവിടെ കൊണ്ടുവന്ന ഉദ്ദേശം എന്താണ് ശ്രീ പ്രശാന്ത് മലവേൽ? വളരെ വ്യക്തമായിട്ടുള്ള ഉദ്ദേശം അതിന്റെ പിന്നിലുണ്ട്. ഒന്ന്, രാഹുൽ ഗാന്ധിയുടെ മണ്ഡലം രാഷ്ട്രീയ കുരുതിയാവോ? രാഷ്ട്രീയ കുരുതിയാവോ? അല്ല, ഞാനതിലേക്ക് വരാം. രാഷ്ട്രീയ കുരുതിയല്ല, എന്താണെന്ന് മനസ്സിലാക്കാൻ പോകുന്നേ ഉള്ളൂ, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പോകുന്നേ ഉള്ളൂ. ഞാനിവിടെ ഇവർ രണ്ട് കൂട്ടരും പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പൊ എവിടെയാണ് രാഷ്ട്രീയ കുരുതി എന്ന് ആദ്യം അവരുടെ തർക്കം പോലും തീർന്നിട്ടില്ല ഇതുവരെ. ഇന്ത്യ മുന്നണിയാണോ അല്ലയോ, പുറത്താണോ അകത്താണോ, ആരാണ് ഉള്ളിൽ ആരാണ് പുറത്തെന്ന് ആദ്യം അവരുടെ തർക്കങ്ങൾ. ഞങ്ങളെ സംബന്ധിച്ച് വളരെ വ്യക്തമായിട്ടുള്ള ഒരു സന്ദേശമാണ് കൊടുക്കുന്നത്. വയനാട്ടിൽ നിന്ന് വയനാട്ടിലേക്ക് ഒളിച്ചോടി വരുന്ന രണ്ടാളുകൾ, അതായത് ദേശീയ രാഷ്ട്രീയത്തിൽ നിന്ന് അവർക്ക് മത്സരിച്ച് ജയിക്കാൻ വേണ്ടി ഏതെങ്കിലും ഒരു തുരുത്ത് തിരഞ്ഞെടുക്കുമ്പോൾ അത് വയനാടിനെ തിരഞ്ഞെടുക്കുന്ന ഒരു സാഹചര്യമാണ്. ഒന്ന് ദേശീയ നേതാവായിട്ടുള്ള ആനി രാജയും, ഒന്ന് ദേശീയ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധിയും. ഞങ്ങളെ സംബന്ധിച്ച് ഈ ദേശീയ നേതാക്കളോട് മത്സരിക്കാൻ ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷനെ തന്നെ, ഏറ്റവും ശക്തനായിട്ടുള്ള ഒരു നേതാവിനെ തന്നെ വയനാട്ടിൽ ഇറക്കുന്നതിന്റെ പിന്നിൽ വയനാട്ടിൽക്കാർ അനുഭവിക്കുന്ന ഒട്ടേറെ നീറുന്ന പ്രശ്നങ്ങളുണ്ട്.